ADFൻ്റെ ഈ പ്രോഗ്രാമിൽ ഞാൻ സംസാരിക്കേണ്ട വിഷയം എന്നത് വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ ഒരു ധവളപത്രം പുറപ്പെടുവിക്കുന്നതിന് വേണ്ട അത്തരമൊരു ധവളപത്രത്തിൽ എന്തെല്ലാം ഉൾപ്പെടേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കാര്യം നിർവഹിക്കുമ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം നേരത്തെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കാം. വിഭവത്തിൻ്റെ നീതിപൂർവമായ വിതരണം അത് ഉറപ്പു നൽകുക അതിനുകൂടി വേണ്ടിയാണ് ഞാൻ ധനകാര്യ വകുപ്പ് കൂടി ഏറ്റെടുത്തെന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. ദളിത് ആദിവാസി വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും നിരാശാഭരിതമായ ഒരു പൂർവ്വകാലത്തിലാണ് ജീവിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. ഭൂമിക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുക എന്ന ജനാധിപത്യപരമായ ചില സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കവിഞ്ഞ് അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ശേഷി ഉള്ളവരായിരുന്നില്ല എന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ മുതൽ ദളിതരും ആദിവാസികളും അവരുടെ വോട്ട് വളരെ ബുദ്ധിപൂർവം ഏകീകരിക്കാൻ ശ്രമിക്കുകയും കഴിഞ്ഞ ജനവിരുദ്ധമായ ഒരു ഭരണത്തിനെതിരെ അത് ഉപയോഗിക്കുകയും UDFന് അങ്ങനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിൽ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ രാഷ്ട്രീയ സംഘാടനം വളരെ കൃത്യമായ ചില രാഷ്ട്രീയ നിലപാടുകളിലൂടെ അത് സാധ്യമാക്കി എന്നിടത്താണ് നമ്മുടെ ഈ ഒരു ധവളപത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പം പ്ലാൻ ഫണ്ടിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അപ്പം നോൺ പ്ലാൻ ഫണ്ടിൽ ഇവിടെ പറഞ്ഞു 12.8% വരേണ്ടത് കഴിഞ്ഞ ഏറ്റവും അവസാനം 3-4% കുത്തനെ ഇടിഞ്ഞു പോയത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നോൺ പ്ലാൻ ഫണ്ടിൽ നമ്മുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ പ്രാതിനിധ്യമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. ആ ഒരു മേഖല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നോൺ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയ മേഖലകളിൽ ചെലവ് വഹിക്കുന്നതാണ് നോൺ പ്ലാൻ ഫണ്ട്. അപ്പം നമ്മൾക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, കേരളത്തിലെ പ്രത്യേകിച്ച് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വളരെ ദീർഘകാലമായി ദളിതരും ആദിവാസികളും വലിയ ഒരു പ്രക്ഷോഭത്തിലാണ്. അവിടെ സാമൂഹിക നീതി നടപ്പാക്കേണ്ടതുണ്ട്, എയ്ഡഡ് മേഖലയുടെ നിയമനങ്ങൾ PSCക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭത്തിലാണ് ആദിവാസി ദളിത് വിഭാഗങ്ങൾ. അവിടെ ഈ 2025-26 ബജറ്റ് രേഖ നമ്മൾ പരിശോധിക്കുമ്പോൾ ശമ്പള ഇനത്തിൽ മാത്രം 18,774 കോടി രൂപയാണ് ശമ്പള ഇനത്തിൽ മാത്രം ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. എന്നാൽ പെൻഷൻ ഇനത്തിൽ ഏതാണ്ട് 4,000 കോടിയാവുമ്പോൾ ഏതാണ്ട് 24,000 കോടിയിലധികം രൂപയാണ് പ്രതിവർഷം 2025-26 ബജറ്റിൽ ഉൾപ്പെടുത്തിയ എമൗണ്ടാണ്. അപ്പം ഈ 24,000 കോടി രൂപയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അവിടെ ജോലി കിട്ടിയിട്ടുള്ള 450-500 ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ശമ്പളം മാത്രമാണ് ഇതിൽ നമുക്കുള്ള പ്രാതിനിധ്യം. ഈ ചുരുങ്ങിയ പ്രാതിനിധ്യം നമ്മൾക്ക് കിട്ടുമ്പോൾ ആരാണ് ഈ പറയുന്ന 24,000 കോടി രൂപയുടെ ഓണേഴ്സ്? ആ ഷെയർ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കിയാൽ കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ ഏതാണ്ട് 46% ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളാണ്. 19% കേരളത്തിലെ വിവിധ മുസ്ലിം മാനേജ്മെൻറ്റുകളാണ്. 13%
നായർ കമ്മ്യൂണിറ്റിൻ്റെ കീഴിലാണ്. ദേവസ്വം ബോർഡിലെ ഏതാണ്ട് 3% സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അവിടെ ആ സ്ഥാപനങ്ങളിലെ മുഴുവൻ തസ്തികകളിലും നായർ കമ്മ്യൂണിറ്റിയാണ് എന്നതുകൊണ്ടാണ് 13% അവരാണ്. 11% എസ്.എൻ. ട്രസ്റ്റിൻ്റെ ഈഴവ കമ്മ്യൂണിറ്റിൻ്റെ കീഴിലാണ്. ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് സ്ഥാപനങ്ങളിൽ ഈ കഴിഞ്ഞ 2006 ശേഷം ലഭിച്ചിട്ടുള്ള 4-5 കോളേജുകൾ മാത്രമാണ്. അവിടെ പട്ടികജാതി അധ്യാപകർ തന്നെ വളരെ ചുരുക്കമാണെന്നാണ് കാര്യം. അപ്പോൾ ഈ പറയുന്ന നോൺ പ്ലാൻ ഫണ്ടിൽ നമ്മൾക്ക് പ്രാതിനിധ്യമില്ല. അതിനുവേണ്ടി നമ്മൾ 2010 ആദ്യമായിട്ടൊരു കേസ് നൽകിയത്. ആ കേസിനെ സംബന്ധിച്ചിടത്തോളം 2015 നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു. പക്ഷേ അതിനെതിരെ വീണ്ടും അപ്പീൽ പോവുകയും ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കേസ് കൊടുത്തിരുന്ന ആൾക്കാർ ഏതാണ്ട് എല്ലാവരും റിട്ടയർമെൻറ്റിൻ്റെ പ്രായത്തോടടുത്തു. ഞാൻ ആ കേസിൽ കക്ഷി ചേർന്നിട്ടില്ലായിരുന്നെങ്കിലും അത് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കാലത്ത് തന്നെ MA MPhilഉം PhD നെറ്റും ഉണ്ടായിരുന്ന 4-5 ആൾക്കാർ ഇന്നും തൊഴിലെതിരാണ്, അതിൽ ഒപ്പിട്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കാലം അത്രയും കടന്നുപോയി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. 2010 ഏതാണ്ട് 16 വർഷമായി നമ്മൾക്ക് ആ മേഖലയിൽ നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നോൺ പ്ലാൻ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ പ്ലാൻ ഫണ്ടിൻ്റെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ഇനി വന്നു കഴിഞ്ഞാൽ പോലും, അനുകൂല വിധി വന്നാൽ പോലും, ആ അനുകൂല വിധി വന്നതിൻ്റെ ശേഷം നിയമിക്കപ്പെടുന്നത് എത്ര കാലത്തിൻ്റെ ശേഷമായിരിക്കും ആദ്യത്തെ പട്ടികജാതിക്കാർ എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നിരന്തരമായി വർഷം ഏതാണ്ട് 24,000 കോടി രൂപ ബജറ്റിൻ്റെ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ പറയുന്ന പല സമുദായങ്ങൾ ഷെയറിട്ട് എടുത്തു പോകുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ വളരെ തുച്ഛമായ ഒരു ശതമാനം മാത്രമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾക്ക് നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് നമുക്ക് അതിൻ്റെ വിഹിതം ലഭ്യമാകുന്ന രീതിയിലുള്ള നിയമനങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പം PSCക്ക് വിടാത്ത ഒട്ടനവധി, ഇപ്പം പിന്നെ സാഹിത്യ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെയൊക്കെ പാർട്ടി നിയമനങ്ങളാണ് നടക്കുന്നത്. അപ്പം അത്തരം സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് ഒഴിവുകളുണ്ട്. ആ ലക്ഷക്കണക്കിന് ഒഴിവുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഈ പ്ലാൻ ഫണ്ടിൽ നമുക്ക് ലഭ്യമാവുന്ന വളരെ ഇടിച്ചിലുകളെ നമുക്ക് എന്ത് ചെയ്യാം, അല്പമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഒരു കാര്യം. മാത്രമല്ല ഈ ഇത്രയും കാലമായിട്ട് ഏതാണ്ട് 1869 മുതലാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല ആരംഭിച്ചത്. ആ കാലം മുതൽ ഇന്ന് വരെ ഏതാണ്ട് 150 വർഷം കഴിഞ്ഞു എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്ന വലിയൊരു ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഫണ്ട് ചെലവഴിച്ച. ഇപ്പം നമ്മൾ ഈ 2025-26 കണക്ക് തന്നെ പരിശോധിക്കുമ്പോൾ സർക്കാർ എംപ്ലോയീസിന് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ 40% എയ്ഡഡ് മേഖലയ്ക്കാണ് 2025-26 ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഫണ്ടും എയ്ഡഡ് മേഖലയ്ക്ക് ചെലവഴിക്കുമ്പോൾ അതിൻ്റെ ആനുപാതികമായ പ്രാതിനിധ്യം ലഭ്യമാകത്തക്ക രീതിയിലുള്ള ഉദ്യോഗങ്ങളിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കോപ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം ഇതിനകത്ത്. രണ്ടാമത്തെ ഗ്രാൻറ്റിൻ്റെ വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭൂമിയിൽ നമുക്ക് ഓളഹരി കുടുംബത്തിൻ്റെ ഭൂമി തന്നെ വെച്ച് നോക്കിയാൽ 10 സെൻറ്റിൽ കൂടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ പിന്നീട് വിമോചനപരമായി ഇപ്പോൾ കേരളത്തിലെ ദളിതാദിവാസി വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമൂഹിക വിമോചനം സാധ്യമാവുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിലാണ് എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ 5 വർഷമായി, കഴിഞ്ഞ 2 ടേമിലായിട്ട് വന്ന പിണറായി സർക്കാരിൻ്റെ കാലത്തിലും ഗ്രാൻറ്റ് വിതരണം ചെയ്യുന്നതിൽ വലിയ തടസ്സങ്ങളുണ്ടായി. അപ്പം ഏറ്റവും അവസാനം ഈ പറയുന്ന ധവളപത്രം വന്നപ്പോഴാണ് 377 കോടി രൂപയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഗ്രാൻറ്റ് ഇനത്തിൽ തന്നെ നമ്മൾക്ക് വന്നിട്ടുള്ള ശോഷണം എന്ന് പറയുന്നത്. അപ്പം
ഏതാണ്ട് ഇതിൻ്റെ ശേഷം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ആ സമരത്തിൻ്റെയൊക്കെ ശേഷം അന്ന് പിന്നെ അന്നത്തെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി പറഞ്ഞത് 128 കോടി രൂപയാണ് 2024 ജനുവരി വരെയുള്ള അരിയർ എന്നാണ് പറഞ്ഞത്. പക്ഷേ 2025 ആകുമ്പോഴേക്ക് 26 ആകുമ്പോഴേക്ക് 377 കോടി രൂപ കുടിശ്ശിക ഉണ്ട് എന്നുള്ളൊരു കണക്കാണ് നമ്മളെടുത്ത് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടറേറ്റുകൾ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന കുടിശ്ശിക അല്ലെങ്കിൽ ഫണ്ട് വിതരണം ചെയ്യുന്ന ഗ്രാൻറ്റ് വിതരണം ചെയ്യുന്നതിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് CAG 2024 ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലെ ചില പോയിന്റുകൾ ഞാൻ പറയാം. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകളാണ്. അപ്പോൾ 4 മുതൽ 20% ST വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചില്ല. അതുപോലെ 10 മുതൽ 12% SC വിദ്യാർത്ഥികൾക്കും ഈ കാലഘട്ടത്തിൽ 17 മുതൽ 21 വരെയുള്ള കാലത്തിൽ ഫെലോഷിപ്പ് അല്ലെ ഗ്രാൻറ്റ് ലഭിച്ചില്ല എന്നുള്ള. 2019-20 സമ്പൂർണ്ണയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 379 സ്കൂളുകളിലെ 3497 വിദ്യാർത്ഥികൾ ഗ്രാൻറ്റിന് പുറത്തായി. ഗ്രാൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5437 സ്കൂളുകളിലെ 23138 വിദ്യാർത്ഥികൾ ഗ്രാൻറ്റിൽ നിന്ന് പുറത്തായി. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ 5828 SC വിദ്യാർത്ഥികൾ അധിക ഫീസ് ഇനത്തിൽ നൽകിയ 3.6 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചെങ്കിലും ഈ പണം പട്ടികജാതി വികസന വകുപ്പ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു കൊടുത്തില്ല. അതുപോലെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ ആ ഒരു കാര്യം നിർത്താം. ഭരണപരമായ ചെലവുകൾ, അപ്പോൾ ഗ്രാൻറ്റ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട അതിനുവേണ്ടിയുള്ള ക്ലെയിം ചെയ്യാത്തത് മൂലം ഏതാണ്ട് 9.65 ലക്ഷം രൂപ കേന്ദ്രത്തിൻ്റെ ഫണ്ട് നഷ്ടപ്പെടുത്തി. ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് അനുവദിച്ച 10% അധിക സ്കോളർഷിപ്പ് പട്ടികജാതി വികസന വകുപ്പ് കൊടുത്തില്ല. സ്ഥാപന ഡയറക്ടറേറ്റ് തലത്തിൽ അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യാത്തത് മൂലം 1246 സ്കോളർഷിപ്പുകൾ നഷ്ടപ്പെട്ടു. മൊത്തത്തിൽ അവർ കണക്ക് കൂട്ടിയിട്ട് 1 വർഷം മുതൽ 5 വർഷം വരെ ഗ്രാൻറ്റ് ഈ കാലയളവിൽ വൈകി എന്നുള്ളതാണ് ഒരു കണക്ക് പറയുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി, വളരെ പരിതാപകരമായൊരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് IFSC കൂടി ഇപ്പം വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഫണ്ടുകൾ വരികയാണ്. സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള ഫീസും അതുപോലെ അവരുടെ ഗ്രാൻറ്റും അവരുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പം IFSC കോഡ്, അതുപോലെ ബാങ്ക് ഇൻവാലിഡായ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒക്കെയുള്ള ഏതാണ്ട് 7000-ഓളം വിദ്യാർത്ഥികളുടെ 30.24 ലക്ഷം രൂപ അവർക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഈ ഫണ്ട് മുഴുവൻ ഈ പറയുന്ന ഗവൺമെൻറ് ട്രഷറിയിലേക്ക് തിരിച്ചു കയറി. ഈ വിഷയം വരുമ്പോൾ IFSC കോഡിലോ ബാങ്ക് അക്കൗണ്ടിലോ പ്രശ്നമുണ്ട് എന്ന് 30 ദിവസം കൊണ്ട് ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ ഡയറക്ടറേറ്റിലുള്ള ഉദ്യോഗസ്ഥർക്ക് അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാവും 30 ദിവസമുണ്ടായിരുന്നു. 30 ദിവസവും അവർ ഒന്നും ചെയ്യാതെ ഈ ഫണ്ട് മുഴുവൻ ഏതാണ്ട് 7000-ഓളം വിദ്യാർത്ഥികളുടെ ഗ്രാൻഡാണ്, അതായത് 32 ലക്ഷം രൂപയോളം അത് ട്രഷറിയിലേക്ക് തിരിച്ചു കയറുക ചെയ്തത്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ഡയറക്ടറേറ്റുകൾ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് അവരുടെ അവകാശങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിൽ യാതൊരു ശുഷ്കാന്തിയും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ പറഞ്ഞ CAG റിപ്പോർട്ട് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് നഷ്ടപ്പെടുന്നതിന് പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാർ ഈ വകുപ്പുകളുടെ തലയിൽ കെട്ടിവെക്കണം. അവരാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദികളെന്നാണ് ഈ പറയുന്ന CAG റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അപ്പം ഇത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വലിയ ഡ്രോപ്പ് ഔട്ടിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോയി. അപ്പോൾ നേരത്തെ ഡ്രോപ്പ് ഔട്ടിൻ്റെ ഒരു കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. 2010 ഇവിടെ പട്ടികജാതി വികസന വകുപ്പും അതുപോലെ കിലയും
തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി നടത്തിയ ഒരു പഠനത്തിനകത്ത് ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഏതാണ്ട് 50,000 വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ടായിട്ടുണ്ട്. അതിൽ 124 ബിടെക് എംടെക് വിദ്യാർത്ഥികളാണ് ഡ്രോപ്പ് ഔട്ടായത്. മാത്രമല്ല 7 MBBS വിദ്യാർത്ഥികളും ഈ കാലത്ത് ഡ്രോപ്പ് ഔട്ടായിട്ടുണ്ട്. അത് 2010-11 കാലത്തിലാണ് ഇത്രയും വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ടായത് എങ്കിൽ 2024-25 ആകുമ്പോഴേക്ക് 5 വർഷം ഫെലോഷിപ്പ് ഗ്രാൻറ്റുകൾ നഷ്ടപ്പെട്ടതോടുകൂടി അതിൻ്റെ 10 മടങ്ങ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം മാത്രമല്ല, എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നത് എന്നുള്ള കാരണം ഈ 2010 പിന്നെ ഡോക്യുമെൻറ്റിനകത്തില്ല. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനം വിദ്യാർത്ഥികളെ ഡ്രോപ്പ് ഔട്ടിൻ്റെ കാര്യത്തിൽ കൂടി വളരെ കൃത്യമായുള്ള ഒരു ഡോക്യുമെൻ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ 2017 അവരെടുത്തൊരു ഡാറ്റാ ശേഖരണത്തിനകത്ത് ഒരു സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഈ പറയുന്ന ഡ്രോപ്പ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലെ 40-46% വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നത് സാമ്പത്തികമായ പരാധീനത കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 4% വിദ്യാർത്ഥികൾ 4.5% വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നത് സ്ഥാപനങ്ങളുടെ വിവേചനപരമായ നിലപാടുകൾ മൂലമാണെന്ന് പറയുന്നു. അപ്പോൾ ജാതി അടക്കമുള്ള വിവേചനങ്ങൾ അവർ നേരിടുന്നു. അതേപോലെ തന്നെ 20% വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികമായ വിദ്യാർത്ഥികളെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ കെൽപ്പില്ലാത്ത. അപ്പം 40, 20, 60% വിദ്യാർത്ഥികളും ഡ്രോപ്പ് ഔട്ട് ആവുന്നതിന് പിറകിൽ സാമ്പത്തിക പരാധീനതയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഈ ഒരു ഡോക്യുമെൻ്റ് നമ്മളെ കയ്യിൽ ഉള്ളപ്പോൾ തന്നെയാണ് 2020-25 കാലഘട്ടത്തിനകത്ത് പിന്നെ 377 കോടി രൂപ നമുക്ക് ലാപ്സ് ആവുന്ന വിദ്യാർത്ഥികൾക്ക്. അപ്പം അത്രയേറെ വിദ്യാർത്ഥികൾ തീർച്ചയായും ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ വിദ്യാർത്ഥിയുടെ അവകാശങ്ങൾ വളരെ കൃത്യമായിട്ട് നൽകിയിരുന്നു എങ്കിൽ അവർക്ക് ഡ്രോപ്പ് ഔട്ട് ആവേണ്ടി വരുന്നില്ല എന്നുള്ളത്. ഇത് വിവേചനപരമായ ഒരു കാര്യമാണെന്നും ഇത് രോഹിത് ആക്ട് നടപ്പാക്കുകയാണെങ്കിൽ ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാർത്ഥി വിരുദ്ധമായ ദളിതാതി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഈ പ്രവണതയെ നമുക്ക് ഈ പറയുന്ന ഇതിനകത്തേക്ക് രോഹിത് ആക്ടിനകത്തേക്ക് കൊണ്ടുവരികയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള വകുപ്പുകൾ കൃത്യമായിട്ട് അതിനകത്ത് കൊണ്ടുവരികയും വേണം. മാത്രമല്ല, ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യമായ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ടതുണ്ട്. അതിന് കൃത്യമായി പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വളരെ പ്രാവീണ്യമുള്ള വ്യക്തികളുടെ കൂട്ടങ്ങൾ ഈ പറയുന്ന ഗവൺമെൻറ് ബോഡിക്കകത്തേക്ക് വരികയും അത് മോണിറ്റർ ചെയ്യാനുള്ള വളരെ കൃത്യമായ ഒരു മെക്കാനിസം അവിടെ ഉണ്ടായാൽ മാത്രമേ അത് പരിഹരിക്കാൻ കഴിയൂ. അല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലാൻ ഫണ്ടിൽ വളരെ കൃത്യമായി ജനസംഖ്യാനുപാതികമായ ഫണ്ട് ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഇത് വിനിയോഗിക്കപ്പെടില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം, ചരിത്രപരമായ അനുഭവം. അപ്പോൾ മാത്രമല്ല, ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന 2010 128 ബിടെക് MBBS വിദ്യാർത്ഥികൾ പുറത്താവുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ 2025 നമുക്ക് മനസ്സിലാവും. 2025 60,628 റാങ്കിലുള്ള ഒരു EWS വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നുണ്ട്, ബിടെക്കിന് അഡ്മിഷൻ നേടുന്നുണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 128 ബിടെക് വിദ്യാർത്ഥികളും 7 MBBSകാരും അഡ്മിഷൻ കിട്ടിയെടുത്തുനിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ അതിൻ്റെ കാരണം ഈ പറയുന്ന സാമ്പത്തിക പരാധീനതയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതേ സമയത്ത് 2025 ആകുമ്പോഴേക്ക് ഈ 60,000-ൽ താഴെ റാങ്കിലുള്ള ആൾക്കാർ EWSലെ വിഭാഗം എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കാര്യം കൂടി നമ്മൾ ഇതായിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി 90 വർഷത്തോളം കാത്തിരുന്നൊരു സമുദായമാണ് ദളിതർ എന്ന് പറയുന്നത്. 1817 റാണി ലക്ഷ്മിബായി ഈ സംസ്ഥാനത്തുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും
വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശം അല്ലെങ്കിൽ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് പ്രഖ്യാപിക്കുന്ന 1817 വിദ്യാഭ്യാസ മഗ്ന കാർട്ട എന്ന് പറയുന്ന അത് കഴിഞ്ഞ് 1914 കൂടിയാണ് പൊയ്കൽ അപ്പച്ചൻ്റെയും അതുപോലെ മഹാത്മാ അയ്യങ്കാളിയുടെയും ഒക്കെ ശ്രമഫലമായിട്ട് നമുക്ക് സർക്കാർ സ്കൂളുകളിൽ ആധികാരികമായിട്ട് സർക്കാർ ഉത്തരവോടുകൂടി പ്രവേശനം ലഭിച്ചിട്ട്. അപ്പോൾ സൂചിപ്പിക്കുന്നത് 90-100 വർഷത്തെ കാത്തിരുന്നുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. ഇപ്പം 150 വർഷമായിട്ട് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിൽ മേഖലയ്ക്ക് നമുക്ക് പ്രവേശിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 128 MTech BTech വിദ്യാർത്ഥികൾ പുറന്തള്ളുമ്പോൾ 60,000 ആൾക്കാർ ഇടിച്ചു കയറുന്ന ഒരു വിഭാഗമുണ്ട്. മാത്രമല്ല ഇതേ കേന്ദ്രത്തിൽ നിന്നാണ് EWS പോലുള്ള കാര്യങ്ങൾ വേണം, അതിന് വാശി പിടിച്ചവരും അത് നടപ്പാക്കാൻ വേണ്ടി മുന്നിൽ നിന്നവരും ആണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ പറയുന്ന ജാതി സെൻസസിനെതിരെ നിൽക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പട്ടികജാതി പട്ടികവർഗ വികസന ഡയറക്ടറേറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന ഫണ്ട് വിതരണം ചെയ്യുന്ന മേഖലകളിൽ അവിടെയൊക്കെയുള്ള ഈ പറയുന്ന മനോഭാവത്തിലുള്ള മനുഷ്യരെ പൊളിച്ച് എഴുതാതെ ഒരു രീതിയിലും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ പ്ലാൻ ഫണ്ടുകളാണെങ്കിലും നോൺ പ്ലാൻ ഫണ്ടുകളാണെങ്കിലും വിനിയോഗിക്കപ്പെടില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അപ്പം ഇതിൽ വേറെയും കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ധവളപത്രം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ധവളപത്രം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.